കനത്തു. തീരം വിട്ട് മത്സ്യങ്ങൾ. പൊള്ളുന്ന വില. കത്തുന്ന വെയിലിൽ മത്സ്യലഭ്യത ഗണ്യമായി കുറഞ്ഞതോടെ തീരമേഖല വറുതിയുടെ പിടിയിൽ. കേരള തീരത്ത് ചൂട് കൂടിയതോടെ തീരത്തോട് ചേർന്നുള്ള ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ നിന്നും മീനുകൾ ആഴം കൂടിയ ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നതാണ് മത്സ്യസമ്പത്ത് കുറയാൻ കാരണം. കഴിഞ്ഞ 2 മാസമായി ബോട്ടുകാർക്ക് കാര്യമായൊന്നും കിട്ടുന്നില്ല. ഇന്ധന ചെലവ് പോലും കിട്ടാത്തതിനാൽ ബേപ്പൂർ, പുതിയാപ്പ ഹാർബറുകളിൽ നൂറുകണക്കിന് ബോട്ടുകളും വള്ളങ്ങളുമാണ് കടലിൽ പോകാതെ തീരത്ത് തന്നെ ഉള്ളത്. വലിയ ബോട്ടുകൾ ഇടയ്ക്ക് പോകുമെങ്കിലും കാര്യമായി മീൻ ലഭിക്കാറില്ല. ഈ സമയത്ത് ലഭിക്കേണ്ട മത്സ്യങ്ങളുടെ 4-1 പോലും കിട്ടാതായതോടെ കുടുംബം പുലർത്താൻ കഷ്ടപ്പെടുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ചൂണ്ടപ്പണി ലക്ഷ്യമിട്ട് വിരലിലെണ്ണാവുന്ന ബോട്ടുകാർ മാത്രമാണ് ഇപ്പോൾ മീൻപിടുത്തത്തിന് പോകുന്നത്. സാധാരണ നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് മീൻ കിട്ടാതെ നേരിയ പ്രതിസന്ധി നേരിടാറുള്ളത്. എന്നാൽ ഇപ്പോൾ ഫെബ്രുവരി ആയിട്ടും വേണ്ടത്ര മത്സ്യ ലഭ്യതയില്ല. കേരള തീരത്ത് സുലഭമായിരുന്ന ചെറുമീനുകളായ മത്തി, അയല, മാന്തൽ എന്നിവ ലഭിക്കാനില്ല. ഇടയ്ക്ക് അയലയും ചാളയും ലഭിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ ഒരാഴ്ചകളിൽ വീണ്ടും ഇടിഞ്ഞു. കേര, ചൂര, നെമ്മീൻ എന്നിവയുടെ ലഭ്യതയും ഇടിഞ്ഞിട്ടുണ്ട്. വലയെറിഞ്ഞിട്ട് മീൻ കിട്ടാതായതോടെ പലരും മറ്റു ജോലികൾ അന്വേഷിച്ചു തുടങ്ങി. മീൻ ലഭ്യത കുറഞ്ഞതോടെ ഹാർബറുകളിൽ നിന്നുള്ള കയറ്റുമതിയും 4-1 കുറഞ്ഞു. ട്രോളിംഗ് നിരോധനം മുന്നിൽ കണ്ട് വ്യാപാരികൾ സ്റ്റോക്ക് ചെയ്തതും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതുമായ മത്സ്യങ്ങളാണ് വിപണിയിലുള്ളത്. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ഇപ്പോൾ കൂടുതലായി മീൻ എത്തുന്നത്. അതേസമയം ചൂട് കൂടിയതോടെ മത്സ്യങ്ങൾ എളുപ്പത്തിൽ കേടായി പോകാതിരിക്കാൻ വിവിധ തരം രാസവസ്തുക്കൾ ചേർത്തുള്ള മത്സ്യങ്ങളും വിപണിയിലെത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. തങ്കമാണു നീ, ഒളിമായാത്ത തിങ്കളാണു നീ, കൊഞ്ചം നിലാ എന്നും സ്വന്തം രാജകുമാരി. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. രാജകുമാരി.